ലൈഫ് ഭവന പദ്ധതിക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പൊതുവികസനത്തിനും ഊന്നൽ നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കുടിവെള്ളം, ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പുകൾ, അസംബ്ലി ഹാൾ, ചുറ്റുമതിൽ, സോളാർ പാനലുകൾ എന്നിവയെല്ലാം സ്കൂളുകളിൽ കൊണ്ടുവന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് 45 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ അസംബ്ലി ഹാൾ നിർമ്മിക്കാൻ 4,60 ലക്ഷം രൂപ വകയിരുത്തിയാണ്. പാലാ GHS 40 ലക്ഷം, കുറുമാത്തൂർ 55 ലക്ഷം, രേരോം GHS 40 ലക്ഷം, ചുണ്ടങ്ങാപ്പോയിൽ 40 ലക്ഷം, ട്രാപ്പോയിൽ 40 ലക്ഷം, പെരിങ്ങോം 40 ലക്ഷം, വെട്ടിക്കുളം 30 ലക്ഷം, പാട്ടി 35 ലക്ഷം, ആറോ ഫാം 50 ലക്ഷം, മലപ്പട്ടം 40 ലക്ഷം, മാതമംഗലം 50 ലക്ഷം. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ 73 സ്കൂളുകളിൽ മെയിൻ്റനൻസ് ഇനത്തിൽ 4,86 ലക്ഷം രൂപ വകയിരുത്തുന്നു. കെട്ടിട നിർമ്മാണത്തിന് 70 ലക്ഷം രൂപ വകയിരുത്തിയാണ്. സ്കൂളുകളുടെ ഗ്രൗണ്ട് നവീകരണത്തിന് 1,20 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് 1,40 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ ടോയ്ലറ്റ് നിർമ്മിക്കാൻ 2,62 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ പാചകപ്പുര നിർമ്മിക്കാൻ 80 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ ഫർണിച്ചർ നൽകാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ 3,50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശാസ്ത്ര കമ്പ്യൂട്ടർ ലാബുകൾ നവീകരണത്തിന് 1,10 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്കൂളുകളിൽ കലാകായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ബജറ്റിൽ ഏതൊക്കെ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്? ബജറ്റിൽ ഇടം പിടിച്ച പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? അർജുൻ, കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പല പദ്ധതികളും പ്രഖ്യാപിച്ചാണ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ജനപ്രിയമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിക്ക് 11,88 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതുൾപ്പെടെ എല്ലാ മേഖലയ്ക്കും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എല്ലാ മേഖലക്കും തുക വകയിരുത്താൻ ഈ ബജറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വിദ്യാഭ്യാസത്തിന്, കൃഷിക്ക്, അങ്ങനെ എല്ലാ മേഖലയിലും തുക വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലയോര മേഖലയിലൊക്കെ വലിയ തോതിൽ ഈ വന്യമൃഗ ശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതമായി സംസ്ഥാന സർക്കാരിന് 50 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൃഷിക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തരിശുരഹിത ജില്ലയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ജില്ലയിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ 2,86 ലക്ഷം രൂപ വകയിരുത്തി. കൈപ്പാട് കൃഷിക്ക് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 70 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരിമ്പം ജില്ല കൃഷിത്തോട്ടത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി 1,84 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2 കോടി രൂപയുടെ പദ്ധതിയും, പാലിന് സബ്സിഡി നൽകുന്നതിന് വേണ്ടി, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിന് വേണ്ടി 2 കോടി രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ചാണകം സംസ്കരിച്ച് വിപണനം ചെയ്യുന്നതിന് ക്ഷീരസംഘങ്ങൾക്കും കർഷക ഗ്രൂപ്പുകൾക്കും 20 ലക്ഷം രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലം സുലഭം എന്ന പദ്ധതി 1,35 ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കുമെന്നും ഈ ബജറ്റിൽ പറയുന്നുണ്ട്. എല്ലാ മേഖലയിലും തുക വകയിരുത്തിയതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലക്കാകെ 25,48 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും വലിയ തോതിലുള്ള കരുതൽ ഈ ബജറ്റിൽ നൽകുന്നുണ്ട്. 9,25 ലക്ഷം രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികജാതി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി 2,62 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി 1,72 ലക്ഷം രൂപയുമാണ് ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തുകളുടെ റോഡുകളുടെ മെയിൻ്റനൻസിന് 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് അപര്യാപ്തമാണ് എന്ന ഒരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷവും പൊതുവെ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ മേഖലയിലും പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ റോഡുകളുടെ മെയിൻ്റനൻസിന് 15 കോടി രൂപ വകയിരുത്തിയത് അപര്യാപ്തമാണ്. അത് 42 കോടിയായി ഉയർത്തണം എന്ന ഒരു നിർദ്ദേശം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിക്ക് ആകെ 5,95 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് 1,72 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഹോമിയോ ആശുപത്രിക്ക് 2,03 ലക്ഷം രൂപ
വകയിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലും തുക നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവതരിപ്പിച്ചിട്ടുള്ളത്. 155,82,13,968 രൂപയാണ് ആകെ വരവ് പ്രതീക്ഷിക്കുന്നത്. ചെലവ് 153,16,83,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. 2,65,30,968 രൂപ നീക്കിയിരിപ്പ് ബാക്കി മിച്ചം പറയുന്ന ബജറ്റാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അർജുൻ.